അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? പിന്നെ മഴയൊക്കെ ഉണ്ടോ? ഒന്നിപ്പോൾ ഇവിടെ മഴ കുറച്ച് കുറവാണ്, എങ്കിലും ഉണ്ട്. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഇന്ന് നമുക്ക് രാവിലെ മസാല ദോശയാണ് കേട്ടോ. നമ്മുടെ 7:30 ആകുമ്പോഴത്തേന് മോനൊക്കെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് നമ്മൾ വാട്ടിയിട്ടൊന്നല്ല ഉണ്ടാക്കുക മസാല. പിന്നെ ഇത് സോയാബീനാണ് അവന് ചോറിന്. ഞാനിതിങ്ങനെ വറക്കുമ്പോൾ ആദ്യം ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കും, പിന്നെയാണ് അത് ഫ്രൈ ആക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒരു ബലാവില്ലേ. പിന്നെ ഇത് ഇന്നലെ രാത്രി കൊണ്ടുവന്നതാട്ടാ. ഞാൻ ഇത് കണ്ടപ്പോൾ ചോദിച്ചത് പൂരത്തിനെങ്ങാനും പോയ ഞങ്ങൾ ചോദിച്ചേട്ടനോട്. അത് ഇതെന്താ ജിലേബി ഇന്നലെ നല്ല ഫ്രഷ് ആയിരുന്നു, ഇപ്പോൾ തണുത്തിട്ടോ. ജിലേബി പൊടിഞ്ഞ്. അപ്പോഴാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാം. പിന്നെ ഹലുവ ഉണ്ടായിരുന്നു. ഹലുവ പിന്നെ ഒന്നും കുഴപ്പമൊന്നുമില്ല, മറ്റേത് തണുത്തിട്ടോ. മുറുക്ക് തണുത്തിട്ടൊന്നുമില്ല, മറ്റേ തണുത്തു. പിന്നെ അങ്ങനെ അപ്പത്തിന് അത് അവിടെ കൂടിയൊക്കെ ഒന്ന് പോയി വന്നപ്പത്തിന് നമ്മുടെ മസാലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മസാല ആദ്യം കുക്കറിലൊന്ന് വേവിച്ചെടുത്തു. ക്യാരറ്റ്, കിഴങ്ങ്, ബീട്രൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കുക്കറിൽ പിന്നെ വേവിച്ചെടുക്കും കേട്ടോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും നമ്മളെ ഉഴുന്ന്, കറിവേപ്പില, പിന്നെ ഒരു വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ അതിലേക്ക് സവാള കൊത്തി അരിഞ്ഞിടും. നല്ലോണം വാട്ടണ്ടല്ലോ, കുക്കറിലിട്ട് വേവിച്ചാൽ നല്ലോണം വെന്ത് പോവും. അപ്പോൾ ഒന്ന് വാട്ടിയിട്ട് അതിലേക്കിടാനാട്ടോ. അങ്ങനെ ഇട്ട് പിന്നെ പാകത്തിന് ഉപ്പൊക്കെ നോക്കി അങ്ങനെ മസാല റെഡിയാക്കി കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ബാക്കി ചോറടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു പണി മാത്രമല്ല. അങ്ങനെ നമ്മളെ മസാല ദോശ ഉണ്ടാക്കുകയാണ് ഇനി. അപ്പോൾ അത് ഫുള്ള് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല, നെയ്യ് ഒഴിക്കുന്നത് അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഒക്കെ പാടെടുക്കാൻ നിന്നാലേ നമ്മളെ വലിയ വീഡിയോ ആവും. ചെറിയ വീഡിയോ തന്നെ ആരും ഫുള്ള് കാണില്ല, പിന്നെ ലോങ് ആകുമ്പോൾ അത്രയും കാണില്ല. പിന്നെ ഞാൻ ദോശ അടുപ്പിൽ ഇരുമ്പ് ചട്ടിയിലാട്ടോ ചുടൽ. ഇതിപ്പോൾ നേരമില്ലാത്തത് കൊണ്ട് അവന് മാത്രമുള്ള ദോശ ഞാൻ ഗ്യാസിൽ വെക്കും. അവന് നേരത്തെ പോവും, മോന് നേരത്തെ ഒരു 7:30 ആകുമ്പോൾ പോകട്ടോ. അങ്ങനെ അതിൽ കുറച്ചിങ്ങനെ മസാലയൊക്കെ ഇട്ട് പിന്നെ അവനുള്ളത് കൊടുത്തിട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചോറൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് എന്താണെന്നറിയോ, മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ, നല്ല ടേസ്റ്റാണ്. നല്ല കുറേ വേവരുത് കേട്ടോ. അതിന് പച്ചമുളക് കീറിയിട്ടിട്ട് പിന്നെ കഞ്ഞിവെള്ളം അടുപ്പത്ത് വെക്കുക, ഉപ്പ് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഇതൊന്ന് ഇട്ടിട്ട് ഒന്ന് നല്ലോണം തിളച്ചിട്ട് പിന്നെ ഗ്യാസ് ഓഫാക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇതാക്കുക. പിന്നെ ഇന്ന് നമുക്ക് ചെറിയ അയില കുട്ടികളാണ് കേട്ടോ അത് പിന്നെ വറുത്തതുണ്ട്. പിന്നെ കായയും മമ്പയറും കൂടെ ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏട്ടനെല്ലാം ചോറാക്കുക കേട്ടോ. പിന്നെ അവരൊക്കെ ആക്കി ചോറൊക്കെ ആക്കി കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ടാണ് എൻ്റെ ചായ കുടി. എനിക്ക് സാവകാശം ഇരുന്ന് കുടിക്കണം. പിന്നെ അച്ചാർ കുറച്ചിട്ടിട്ടുണ്ട്, പിന്നെ അത് കഴിക്കലുണ്ടോയെന്ന് അവൻ. അങ്ങനെ എല്ലാവരും പോയിട്ടോ. ഇനി ഞാൻ അങ്ങോട്ട് ചായ കുടിച്ചാലോ. പിന്നെ അങ്ങനെ മസാല ദോശയും പിന്നെ തേങ്ങ ചമ്മന്തിയും കട്ടനൊക്കെ ആയിട്ട് ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.